സെപ്റ്റംബർ 29 പ്രധാന മാലാഖമാരായ വിശുദ്ധ മിഖായേലിന്റെയും ഗബ്രിയേലിന്റെയും റാഫേലിന്റെയും തിരുനാൾ ആഘോഷിച്ച് ആഗോള സഭ. ദൈവത്തിന്റെ അശരീരിയായ സന്ദേശവാഹകരാണ് മാലാഖമാർ. മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ അവരെ സൃഷ്ടിച്ചുവെന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വ്യക്തമാണ്. മനുഷ്യരുടെ മുഖച്ഛായ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ മാലാഖമാർക്ക് ശക്തിയും വ്യത്യസ്തമാണ്. അവരുടെ ശക്തിക്കനുസരിച്ച് 3 വൃന്ദങ്ങൾ ഉൾപ്പെടുന്ന 3 ഹൈറാർക്കികളാണ് ഉള്ളത്. അതിലൊന്ന് ശ്രാപ്പന്മാരും കെരൂബുകളും സിംഹാസനങ്ങളുമാണ്. 2 ഭക്തിജ്വാലകന്മാരും ശക്തികളും ബലവത്തുക്കളുമാണ്. 3-മതായി പ്രധാനികളും റേശുമാലാഖമാരും. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആകെ 3 റേശുമാലാഖമാരുടെ പേരുകൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അവരുടെ 3 പേരുടെയും തിരുനാൾ ആധുനിക പഞ്ചാംഗമനുസരിച്ച് ഇന്നാണ്. AD 493 അപ്പുളായിൽ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാൾ കൊണ്ടാടിയിരുന്നതായി രേഖകളുണ്ട്. റോമായിലെ വിശുദ്ധ മിഖായേലിന്റെ ദൈവാലയത്തിന്റെ പ്രതിഷ്ഠ AD 610 സെപ്റ്റംബർ 29 വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ ലൂസിഫർ പ്രഭതികളെ മിഖായേലും സഹദൂതന്മാരും കൂടി തോൽപ്പിച്ചുവെന്ന് കാണുന്നുണ്ട്. അതിനാൽ മിഖായേൽ മാലാഖ സഭാ സംരക്ഷകനാണ്. ദാനിയേലിന്റെ പുസ്തകം 10ഉം 12ഉം അധ്യായങ്ങളിലും യൂദായുടെ ലേഖനത്തിലും മിഖായേൽ മാലാഖ അനുസ്മരിക്കപ്പെടുന്നു. പൈശാചിക ആക്രമണങ്ങളിൽ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന എത്രയും ഫലവത്താണ്. മിഖായേൽ ദൈവത്തെപ്പോലെ ആരുണ്ട് എന്നാണ് ലൂസിഫർ പ്രഭതികളുടെ വിപ്ലവത്തിൽ ഈ മാലാഖ വിളിച്ചു പറഞ്ഞത്. അതുതന്നെ മാലാഖയുടെ നാമധേയമായി മാറി. ദൈവത്തിന്റെ ശക്തൻ എന്നാണ് ഗബ്രിയേൽ എന്ന പദത്തിന്റെ അർത്ഥം. അദ്ദേഹത്തിന്റെ പേര് വിശുദ്ധ ഗ്രന്ഥത്തിൽ 4 പ്രാവശ്യം കാണുന്നു. അലക്സാണ്ടർ ചക്രവർത്തി പേർഷ്യൻ സാമ്രാജ്യത്തെ ആക്രമിച്ച് നശിപ്പിച്ചതും ചക്രവർത്തിയുടെ മരണശേഷം സൈനികർ ഭാഗിച്ചെടുക്കുന്നതും ഗബ്രിയേൽ ദാനിയേൽ പ്രവാചകന് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ദാനിയേൽ 8-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. സ്നാപക യോഹന്നാന്റെ ജനനം സക്കറിയാസിനെയും രക്ഷകന്റെ അവതാരം മറിയത്തെയും മുൻകൂട്ടി അറിയിക്കുന്നത് ഗബ്രിയേൽ മാലാഖയാണ്. യഹൂദന്മാർ ഗബ്രിയേലിനെ വിധിയുടെ മാലാഖയായിട്ടാണ് അനുസ്മരിക്കുന്നത്. മിഖായേൽ കഴിഞ്ഞാൽ അവരുടെ ദൃഷ്ടിയിൽ 1-ാം സ്ഥാനം ഗബ്രിയേലിനാണ്. ക്രിസ്തീയ പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ യൗസേപ്പിന്റെ സംശയങ്ങൾക്ക് നിവാരണം നൽകിയതും ഗെത്സമനിൽ കർത്താവിനെ ആശ്വസിപ്പിച്ചതും വിശുദ്ധ ഗബ്രിയേൽ മാലാഖയാണ്. തപാൽ ഉദ്യോഗസ്ഥരുടെ മധ്യസ്ഥനും കൂടിയാണ് വിശുദ്ധ ഗബ്രിയേൽ മാലാഖ. ദൈവം സുഖപ്പെടുത്തി എന്നാണ് റാഫേൽ എന്ന പേരിന്റെ അർത്ഥം. ഗാബേലിന് തോബിയാസിന് കടം കൊടുത്തിരുന്ന സംഖ്യ വാങ്ങിക്കാൻ കൊച്ചു തോബിയാസിനെ അയച്ചപ്പോൾ സഹയാത്രികനായി ദൈവം അയച്ചു കൊടുത്ത മാലാഖ റാഫേലാണ്. തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ അദ്ദേഹം തന്നെ ഇങ്ങനെ പ്രഖ്യാപിക്കുകയുണ്ടായി: കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്ന 7 മാലാഖമാരിൽ ഒരാളായ റാഫേലാണ് ഞാൻ. വെളിപാടിന്റെ പുസ്തകം 8-ാം അധ്യായം ചേർത്തു വായിക്കുമ്പോൾ ഈ 7 പേരിൽ റേശുമാലാഖമാർ 3 പേരും ഉൾപ്പെടുന്നുണ്ടെന്ന് കാണാം. അതിനാൽ റാഫേൽ റേശുമാലാഖ മാത്രമല്ല, ശ്രാപ്പയും കൂടിയാണ്. തന്നെയുമല്ല, ബെഥസ്തായിലെ കുളത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി രോഗികളെ സുഖപ്പെടുത്തിയിരുന്നത് റാഫേൽ മാലാഖയാണെന്നാണ് വിശ്വാസ പാരമ്പര്യം വ്യക്തമാക്കുന്നത്.